ഹായ് ഹലോ ഫാമിലി ടേൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കടച്ചക്ക മസാലക്കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തേങ്ങ ഇതുപോലെ ഈ ഒരു കളറിൽ നമ്മൾ നന്നായിട്ട് വറുത്ത് അത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു കലത്തിൽ നമ്മൾ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അപ്പോൾ തന്നെ ഒരു വലിയ ഉള്ളി ചെറിയ പീസാക്കി നമ്മളിതിലേക്ക് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറിയ പീസാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി മുളക് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം, ഒന്നുകൂടി ടേസ്റ്റ് വരും. അതുപോലെ തന്നെ തക്കാളിയുടെ പകുതി ചെറിയ പീസാക്കി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. ഏതാണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പൊടികൾ, അപ്പോൾ ആദ്യം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല അര സ്പൂണ്, കുരുമുളക് പൊടി അര സ്പൂണ്, ഗരം മസാല അര സ്പൂണ്, പിന്നെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മുളക് പൊടി കുറച്ചുകൂടെ ഒരു അര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കടച്ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു അരപ്പൊക്കെ അതിലേക്ക് പിടിക്കുവോളം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ അരപ്പൊക്കെ അതിലേക്ക് പിടിക്കുമ്പോൾ നമുക്ക് കറി ഒന്നും കൂടി ഒരു ടേസ്റ്റ് വരും. അതുപോലെ തന്നെ ആ ഒരു കഷ്ണങ്ങളൊന്ന് ഫ്രൈ ആവുകയും ചെയ്യും. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടി ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം, എന്നാലേ ഉള്ളൂ ആ കഷ്ണത്തിലേക്കൊക്കെ അത് പിടിക്കുള്ളൂ. പിന്നെ ഞാനിതിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് ഒരു വിസിലൊക്കെ വെന്ത് കിട്ടും. പക്ഷേ നമുക്ക് നേരിട്ട് അടുപ്പിലാവുമ്പോൾ നമുക്കത് വേവാൻ കുറച്ച് സമയം പിടിക്കും. പിന്നെ അതുപോലെ തന്നെ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തീ കൂട്ടി വയ്ക്കാനും പറ്റില്ല. അപ്പോൾ ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒപ്പം ഇതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-20 മിനിറ്റ് ചെറിയ ചൂടിൽ ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അതിൻ്റെ പീസൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് വറുത്തരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തേങ്ങയുടെ ആ ഒരു വെള്ളം കൂടി ഈ ഒരു സമയത്ത് മിക്സിയിലുള്ള ഫൈനൽ ആ ഒരു തേങ്ങ കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടും. പിന്നെ തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാകും. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പില കൂടി അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റിയാണ്. അപ്പോൾ കടച്ചക്ക കറി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമുക്ക് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.